അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ കരുതും ഗുരുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കൊലോസ്യത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഓക്കെ, നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കുക. സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഇംഗ്ലീഷില് പ്രേ ആൻഡ് വാച്ച്. ജാഗരിക്കുക, ശ്രദ്ധിക്കുക, നോക്കുക, വാച്ച് ചെയ്യുക. മറ്റൊരു ഭാഗം എടുത്താട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. പ്രാർത്ഥനയെ കുറിച്ചുള്ള ഭാഗമാണ്. നിങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് 10 പോയിന്റ് നിങ്ങൾ കേട്ടാണ്, 8 പോയിന്റ് നിങ്ങൾ കേട്ടാണ്, നിങ്ങളുടെ പറയാണ്ട് 10 പോയിന്റ് 8 പോയിന്റ് നിങ്ങൾ കേട്ടാണ്. അപ്പൊ നിങ്ങൾ ഇരിക്കാൻ വേണ്ടി നിൽക്കൊന്നും പ്രാർത്ഥന അങ്ങനെയല്ല, പോയിന്റ് ഒന്നുമില്ല. എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങളൊരു പക്ഷെ കേട്ട് കാണും. ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ശക്തമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? മഴ നിൽക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ മഴ നിൽക്കണേ. ഇത് ശക്തി കുറഞ്ഞത്. കർത്താവേ മഴയെ നിർത്തണമേ. ഇത് അങ്ങനെയാണോ? ശക്തമായ ഒരു പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥന ഇല്ല. പകരം ശക്തന്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. ആമേൻ. അപ്പൊ ഞാൻ ശക്തമേറിയ പ്രാർത്ഥന ഒന്നില്ല. നിങ്ങൾ ശക്തരായാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അസാധാരണങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഈ പ്രത്യേക ഭാഗത്ത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. കേട്ടോ, ഈ എഫെസ്യത്തിന്റെ ആത്മീയത്തിന്റെ ഫസ്റ്റ് വാക്ക് ഇതാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. എങ്ങനെയാണ് ശക്തരാകുന്നത്? എങ്ങനെയാ സ്ട്രോങ് ആകുന്നത്? 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥനയിട്ട് വരാം. ദൈവമക്കളുടെ ലൈഫിൽ ബലം കുറയാനുള്ള കാരണം ഒന്ന്, കൺസിസ്റ്റൻസി ഇല്ല. പ്രാർത്ഥനയ്ക്കൊരു കണ്ടിന്യൂഷൻ ഇല്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും, നാളെ റെസ്റ്റ്, സൺഡേ ഈസ് ഹോളിഡേ. രാവിലത്തെ സഭായോഗം കഴിഞ്ഞാൽ പിന്നെ അന്ന് രാത്രി പ്രാർത്ഥനയൊന്നും ഇല്ല. കർത്താവെ അങ്ങെല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു പറഞ്ഞുകൊണ്ട് നമ്മളിടന്ന് ഉറങ്ങും. നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഇനി എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനോ തിരക്കോണോ നമ്മൾ എന്ത് ചെയ്യും? ഗ്യാപ്പ് ഇടും. ഈ ഗ്യാപ്പ് ഇടുന്നത് നിങ്ങളുടെ ബോഡി നശിപ്പിക്കും, നിങ്ങളുടെ സ്പിരിച്വൽ ബോഡി നശിപ്പിക്കും. 2, എന്റെ കാര്യം ഒന്ന് ആകെ ഓർമ്മിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എന്നെ മറന്നാലും എന്റെ വയറ് നിങ്ങൾ മറക്കരുത്. 2 എന്താണ്? ആഹാരം കണ്ടാൽ പിന്നെ ഒരു ജിമ്മും ഇല്ല, കിട്ടുന്ന എല്ലാം കഴിക്കും. ഇതാണ് നിങ്ങളുടെ 2ാമത്തെ പ്രശ്നം. നിങ്ങൾക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ, നല്ല സ്പിരിച്വൽ പവർ വേണമെങ്കിൽ കിട്ടുന്ന എല്ലാം കഴിക്കരുത്. കിട്ടുന്ന എല്ലാം കഴിക്കുന്ന നിങ്ങൾ നേരെ യൂട്യൂബ് തുറക്കും. യൂട്യൂബ് തുറന്നപ്പോൾ ഒരു ദിവസം പറയുകയാണ് അനുഗ്രഹമൊന്നും പിശാചിന്റെയാണ്, നിങ്ങൾ അത് തിന്നും. വേറെ 2 ഭാഷ പറയാണ് അനുഗ്രഹം ദൈവത്തിൻ്റെതാണ്, അത് നിങ്ങൾ തിന്നും. ഉള്ളതല്ലേ? ഒരു ദിവസം പറയും കമ്മലും മാലിടുന്നൊക്കെ പാവമാണ്, അത് നിങ്ങൾ തിന്നും. വേറെ ദിവസം അത് ഒരു കുഴപ്പമില്ല, അത് നിങ്ങൾ തിന്നും. നിങ്ങളാരും മിണ്ടുന്നില്ല. ഇതൊക്കെ വലിയ ദോഷമാണ് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ എന്ത് കാണും അതെല്ലാം തിന്നും. ഇനി നിങ്ങൾ യൂട്യൂബിൽ കയറിയപ്പോ കാണാം ബിഗ് ബോസ്, അവിടുത്തെ അടിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും? അത് നിങ്ങൾ തിന്നും. എഫെസ്യ ലേഖനം നിങ്ങൾ തിന്നും. നിങ്ങൾ അങ്ങനെ കിട്ടുന്നതെല്ലാം വിഴുങ്ങും. രാത്രി മൊത്തം ബിഗ് ബോസ് എന്നിട്ട് രാത്രി കണ്ണടക്കുകയാണ്. ഏരിയ നമുക്ക് സ്വഭാവമുള്ള മനുഷ്യൻ ബിഗ് ബോസ് ആണല്ലേ ഏരിയ വരുന്നത്. കണ്ണടയ്ക്കുമ്പോ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോ കർത്താവെ എന്ന് വിളിക്കുമ്പോ കാണുന്ന മോഹൻലാലിന്റെ രൂപമായിരിക്കും.
കാരണം നിങ്ങൾ അതുവരെ കണ്ട ആരെയാണ്? നിങ്ങൾ ഈ പറഞ്ഞ സകല ചപ്പും ചവറും തിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകത്തില്ല. നിങ്ങൾ ഈ ഇവിടെ ഉരുണ്ട് നിങ്ങൾ പായെല്ലാം കൂടെ ചുരുട്ടി മടിച്ചിട്ടാലും കസര അടിച്ചു പൊട്ടിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ഒരു ഹെൽത്തി മനുഷ്യന്റെ പ്രത്യേകത, അവൻ ഡയറ്റ് കീപ്പ് ചെയ്യും. ഞാൻ ഈ ജിമ്മിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മസിൽമാന്മാരെ കാണുമ്പോൾ കൊതി തോന്നും. ആർക്കാ മസിൽ കണ്ടാൽ കൊതി തോന്നാത്തല്ലേ? നമുക്ക് ആണുങ്ങൾക്ക് നമ്മളൊന്ന് തൊട്ടൊക്കെ നോക്കും, ഫോട്ടോക്കെ എടുക്കാൻ തോന്നും. പക്ഷേ അവന്റെ ഡെഡിക്കേഷൻ ഡിഫറൻറ്റ് ആണ്. നമ്മളിവിടെ അപ്പം മുട്ടക്കറിയും എണ്ണ ഇല്ലാതെ 1, 2 ഞങ്ങൾ ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ജിമ്മിൽ പോകുന്നവര് പച്ചക്കറി, സാലഡ്സ്, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ്, ഒരു കണക്കുണ്ട്, അവർക്കൊരു ചിട്ടയുണ്ട്. നിങ്ങള് ഒരു വാക്യമുണ്ട്, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത്, പക്ഷെ ആത്മാവിന്റെ ശക്തിയാണ് ഏറ്റവും പവർഫുൾ. ഈ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ ഉള്ളതെല്ലാം ആത്മാവിൽ വാരി വലിച്ച് നിന്നുകൊണ്ട് തോന്നുമ്പോൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എതിരെ നിൽക്കുന്ന പിശാച് അതിശക്തനാണ്. നിങ്ങൾക്ക് അതിന് വലിയ ശക്തി ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ സ്വീകരിക്കണം. നിങ്ങൾ ശക്തിപ്പെടണം. അപ്പോൾ ഞാൻ പറയാറുണ്ട്, എല്ലാവർക്കും അത് തെറ്റായിരിക്കത്തില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന നമുക്കത് തെറ്റായിരിക്കും. എന്താണെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു 6 മാസത്തെ ഒരു പ്രയറാണ്. ഒരു പരിപാടി ഒന്നുമില്ല. പ്രാർത്ഥന പ്രസംഗം ഏതെങ്കിലും ഞാൻ കണ്ടുപോയാൽ അതൊരു കുറ്റബോധമാണ്. കാരണം എൻ്റെ തീരുമാനമാണ് അടുത്ത 6 മാസത്തേക്ക് സ്പിരിച്വൽ ഡയറ്റ്, കൃത്യമാകുന്ന സ്പിരിച്വൽ ഡയറ്റ് ഉണ്ടെങ്കിലേ ഈ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ നമുക്ക് തകർക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്കൊരു വലിയ ജേണി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ദൈവം ഉപയോഗിക്കുന്ന ഭക്തന്മാരെല്ലാം മലമുകളിൽ പോയിരുന്നു പ്രാർത്ഥിക്കും, ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കും, മാറിയിരുന്ന് പ്രാർത്ഥിക്കും. ശക്തരാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വളരണം, പ്രാർത്ഥനയിൽ നമ്മൾ വളരണം. അതിന് ഡയറ്റ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മറന്നുപോലും ഒരു വാക്യമുണ്ട്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും അരുത്. നിങ്ങൾ ഈ സ്ത്രീകളാണ് ഇതിലൊക്കെ സൂക്ഷിക്കേണ്ടത്. കാരണം പുരുഷന്മാർ ഈ ചുരുക്കി സംസാരിക്കുന്നുണ്ട്, അതിൽ ഷോർട്ടായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എവിടെ പോയി? അത് ഞാൻ മണമ്പൂർ വരെ പോയി, തീർന്നു. ഇത് വെണ്ടയ്ക്ക വാങ്ങിക്കാൻ പോയി. സ്ത്രീകൾക്കാണെങ്കിൽ എവിടെ പോയി? അത് ഞാനേ മണമ്പൂര് വരെ പോവാ ഇറങ്ങിയപ്പോ ഇല്ല ത്രേസി അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, അപ്പോഴാ ഞാൻ അറിഞ്ഞത് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കാര്യം ഇപ്പൊ മൊബൈൽ എന്നും പറഞ്ഞ് തുടങ്ങും. അവസാനം വെണ്ടയ്ക്ക വാങ്ങിക്കാൻ പോയ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ചെയ്യും? അപ്പൊ ഇതിനിടയ്ക്ക് എന്തല്ലോ കുറ്റം പറയുന്ന അറിയാം. ഇത് കേൾക്കുന്ന നിങ്ങളെ ആത്മാവ് ബലഹീനമാവുകയാണ്. അതുകൊണ്ട് കേൾക്കുന്നത് കൃപ ലഭിക്കണം. വസ്തുവിന്റെ വിൽപ്പന നടന്നില്ല, ഇതുപോലെ ഒന്നും ആയില്ലേ? പക്ഷെ സർക്കാർ ഈ മുടിഞ്ഞ സർക്കാരും അല്ലല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ തക്ക സമയത്ത് അത് വിൽക്കും. നീ ഇപ്പൊ വിൽക്കാത്തതിന് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ശക്തമാകുന്ന പ്രാർത്ഥന എന്നില്ല, ശക്തന്മാരുടെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തരാകണം. 2, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. കൊലോസ്യ ലേഖനം 4:2 വായിച്ചത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വേറെ വാക്കുണ്ട്, ഫോക്കസ് ചെയ്യുക. അത് ജാഗരിപ്പീൻ, നോക്കുക. വേറെ ഭാഷയിൽ ഫോക്കസ്ഡ് ആൻഡ് കണ്ടിന്യൂസ് പ്രയർ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, എല്ലാവരും പ്രാർത്ഥിക്കാത്തവരുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ആ പ്രാർത്ഥന അല്ല നമുക്ക് വേണ്ടത്. ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രയർ, ലക്ഷ്യം വെച്ചുള്ള പ്രയർ. നിങ്ങൾക്ക് ബൈബിളിനകത്ത് ഒരു നല്ലൊരു പ്രയർ കാണാൻ പറ്റും. ഹന്നയുടെ പ്രാർത്ഥന അല്ലേ? ഹന്ന പ്രാർത്ഥിക്കാൻ പോയത് എന്തിനായിരുന്നു? നമുക്ക് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകണം, എന്തിനാ പോകണം? പ്രാർത്ഥിക്കാൻ പോകണം. എന്താ പ്രാർത്ഥിക്കാം? കുറെ ഉണ്ടല്ലോ പ്രാർത്ഥിക്കാം. അങ്ങനെയാണോ പോയത്? നമ്മളങ്ങനെയല്ലേ വരുന്നത്. നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കാൻ വന്നേ? അത് കുറെ ഉണ്ട് ഭാഷ, അത് പറഞ്ഞാൽ കേൾത്തില്ല. അങ്ങനെയല്ല. നിങ്ങൾ ഈ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ ഒരു വിഷയം എടുക്കണം, നിങ്ങൾ അതിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്കകത്ത് എനിക്ക് എഫക്റ്റ് തോന്നിട്ടില്ല. ഇന്ത്യക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ കർത്താവെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യ വിടിപ്പിക്കണമേ,
ഇന്ത്യയിൽ ഇത്ര സ്റ്റേറ്റ് ഉണ്ട്, അവിടെ ഇത്ര സംസ്ഥാനം അല്ലെ, ജില്ലകൾ അല്ലേ, സംസ്ഥാനങ്ങൾ, ഈ സംസ്ഥാനമുണ്ട്, ജില്ലയുണ്ട്, പിന്നെ അത് ഇത്ര വാർഡുണ്ട്, ഇവരെല്ലാം വിടുവിക്കണമേ. സുവിശേഷം അറിയാത്ത എത്ര ലക്ഷം ആളുകളുണ്ട്, ഇവരെല്ലാം സഹായിക്കണേ യേശു നാമത്തിൽ, ആമേൻ. കഥ ഓക്കെ. ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്ത് ഒരു തൃപ്തി. അതിനേക്കാൾ എളുപ്പമല്ലേ കർത്താവ് ഈ ലോകത്തോടെ എല്ലാവരെയും 5 വൻകരയും. അങ്ങനെ അല്ല. നിങ്ങൾ ബൈബിളിലെ പ്രാർത്ഥന നോക്കി, അടിച്ചൊളിച്ചിട്ട് പ്രാർത്ഥന അല്ല പ്രാർത്ഥന. പകരം ആരും നിങ്ങൾ ബൈബിളിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു ഫോക്കസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവ് എന്താ പ്രാർത്ഥിച്ചത്? ഇസ്രായേലിലേക്കാണ് അല്ല, മഴ പെയ്യരുത് എന്ന് ഏലിയാവ് പറഞ്ഞു. ഏലിയാവ് പോയിരുന്നു പ്രാർത്ഥിച്ചു. വീണ്ടും ഏലിയാവ് മഴ പെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പൊ തന്റെ പ്രാർത്ഥന മുഴുവനും ഒറ്റ വിഷയത്തിനാണ്. എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചില വിഷയങ്ങൾക്ക് നിങ്ങൾ അതിന്റെ മറുപടി കാണുന്നവരെയും പ്രാർത്ഥിക്കണം. നിങ്ങളൊരു കാര്യം നേടാൻ തീരുമാനിച്ച, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും, നിങ്ങൾ ഉറങ്ങുമ്പോഴും, നിങ്ങൾ നടക്കുമ്പോഴും, നിങ്ങൾ കുളിക്കുമ്പോഴും, നിങ്ങൾ ചർച്ച വരുമ്പോഴും ആ വിഷയത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. മഹത്വം കൊടുത്താൽ ഇടവിടാതെ പ്രാർത്ഥിക്കും. പഴയ നിയമത്തിൽ 3 നേരം പ്രാർത്ഥിക്കണം, പുതിയ നിയമത്തിൽ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുക. ഈ അടുത്തിടയ്ക്ക് ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ്, ഞാൻ സ്ത്രീകളെ ക്രിക്കറ്റ് കാണാറില്ല, പക്ഷെ അടുത്തിടയ്ക്ക് ഒരു കളി ഞാൻ സെമി ഫൈനൽ ജസ്റ്റ് ഒന്ന് കയറിയപ്പോ ഒരു സ്ത്രീ ഇരുന്ന് മുറുമുറ സംസാരിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യുന്നു. പേര് ജമീൻ. അപ്പൊ എനിക്ക് തോന്നി ജമീൻ ക്രിസ്ത്യൻ പേര്, അന്യഭാഷ എങ്ങനെയാണെന്ന് സംശയം. ഞാൻ ആ കളി കണ്ടു. അത് കഴിഞ്ഞ ഉടനെ ലാസ്റ്റ് ഓവറാണ് കണ്ടത്. അവള് സ്റ്റേജ് എന്ന് പറഞ്ഞു, ഞാൻ യേശു കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ പെട്ടെന്ന് അവളെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്തപ്പോൾ അവള് ഒരു ഉണർവ് ചർച്ചിലെ വിശ്വാസിയാണ്. പിന്നെ അടുത്ത ദിവസം ഫൈനലാണ്. അവളാണ് ആ ഏറ്റവും ബെസ്റ്റ് ഫീൽഡർ. ഞാൻ നോക്കിയപ്പോ ഈ ഏറ്റവും ശ്രദ്ധ വേണ്ടുന്ന ഈ കായിക ഇനത്തിൽ അവൾ ഫീൽഡ് ചെയ്യുമ്പോൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ അവൾ വാ തുറന്ന് അന്യഭാഷ പറയുകയാണ്. പക്ഷെ ലോകം മുഴുവനും കാണുന്ന, അതും ക്രിക്കറ്റ് ഭരിക്കുന്നത് BCSയുടെ പ്രസിഡന്റ് അമിത്ഷായുടെ മകൻ, ഇവരെല്ലാം കാണുന്ന ക്രിക്കറ്റ് ലോകം കാണുമ്പോൾ പബ്ലിക്കായിട്ട് വായി തുറന്ന് അന്യഭാഷയിൽ ആരാധിക്കാൻ ആ ജമീമയ്ക്ക് പറ്റുമെങ്കിൽ അഭിഷിക്തർ എന്ന പേരും തലക്കെട്ടുള്ള നമ്മളും 24 മണിക്കൂറും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് മിണ്ടുന്നില്ലേ? അവർക്ക് കൂടി പോയാൽ പ്രാർത്ഥിക്കാൻ വേൾഡ് കപ്പ് കിട്ടാൻ പ്രാർത്ഥിക്കുമായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വേൾഡ് കപ്പ് കിട്ടാനല്ല, നരകത്തിലേക്ക് വീഴുന്ന ആത്മാക്കളെ വിടുവിക്കുവാൻ. നമുക്ക് ഈ പ്രാർത്ഥന പോരാ, ഈ ഉപവാസം പോരാ, ഈ അന്യഭാഷ പോരാ. കരങ്ങളടിച്ച് വായികൾ തുറന്ന അന്യഭാഷ തുടർമാനമായി പ്രാർത്ഥിക്കുക, തുടർമാനമായി പ്രാർത്ഥിക്കുക. വായികൾ തുറന്ന അന്യഭാഷ പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ഇനി ഒരു എക്സാമ്പിൾ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളെ പഠിക്കും. എക്സാമ്പിൾ, നിങ്ങളെ ഉറക്കത്തിൽ എടുക്കണം. നിങ്ങളെ മുഴുവനും ചിലരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ ദേഷ്യം തോന്നും. ചില വിശ്വാസികളൊക്കെ വന്നിട്ട് ഇവര് അത് മൊത്തം കടങ്ങിൽ വന്നിരിക്കുകയാണ്. പാഷേ എന്റെ കൊച്ചിന് സുഖമില്ല, മഹാ കള്ളുകൂടിയാണ്, മഹാ പ്രശ്നമാണ്, പാഷ പ്രാർത്ഥിക്കണേ. നമ്മൾ പിന്നെ വിഷമിക്കണം ചേർച്ചെന്ന് പറയാം. പാഷ പ്രാർത്ഥിക്കാം, സഹോദരി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്തോ ജോലി ഇല്ല, നിങ്ങൾക്ക് വീട്ടിലെന്തോ ജോലി, അത് വീട്ടിലൊത്തിരി, അതവിടെ നിർത്ത്. ചില ബൈബിൾ പഠിക്കുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ പ്രാർത്ഥന കേട്ടല്ല ദൈവം ചലിച്ചത്. ഒരുവൻ, ഒരുത്തൻ, ഒരുത്തി ഒറ്റയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ട് എവിടെ പ്രാർത്ഥിച്ചോ അവിടെയാണ് അത്ഭുതങ്ങൾ നടന്നത്. ഭൂരിപക്ഷത്തിനല്ല. നിങ്ങൾ വേണ്ട റിവൈവൽ എടുത്തു നോക്ക്. ഭൂരിപക്ഷത്തിന്റെ പ്രാർത്ഥനയിലല്ല. എല്ലാ റിവൈവലും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുഞ്ഞു ചർച്ചിലായിരിക്കും. പക്ഷെ ആ കുഞ്ഞു ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മ കാണും, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചൻ കാണും, പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർ കാണും,
പക്ഷെ അവർ ലക്ഷ്യം വെച്ചുള്ള പ്രാർത്ഥനയാണ്. കാരണം കഴിച്ച മഹത്വം കൊടുത്താണ്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഒരു വിഷയം എടുക്കുന്നത്, ഒരു പ്രാർത്ഥനാ വിഷയം. നിങ്ങൾക്ക് എന്തൊരു പ്രാർത്ഥനാ വിഷയം, പ്രാർത്ഥനാ വിഷയം പറയും, അതിനെ പ്രാർത്ഥിക്കാം. ശേഷം കയറിയിട്ട് ഒരാളെ നമ്മൾ എടുക്കണം. ഒരാളെ നമുക്ക് അറിയാവുന്ന ഒരാളെ എടുക്കും. ഉദാഹരണമാണ്, ഒരാളെ നമ്മൾ കണ്ടപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അത് വരാൻ ആഗ്രഹമുള്ളവരാണ് വരാമെന്ന് പറഞ്ഞത്. നിങ്ങളെ പറ്റിച്ചതല്ല. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? സഹോദരിമാരെ പ്രാർത്ഥന ചേർന്ന് കർത്താവേ വരണേ, നിങ്ങൾക്ക് നട്ടുന്നത് 2 വാക്ക് പറഞ്ഞ് കർത്താവ് നിങ്ങളെ വരവ് കാണുമ്പോഴേ അറിയാം എന്താ പറയാൻ പോകുന്നതെന്ന്. അങ്ങനെ പ്രശ്നം കാണുകയില്ല. ഇതെങ്ങനെ പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് ഇന്നാള് വരണം, അപ്പോൾ തുടങ്ങും പ്രാർത്ഥന. നിങ്ങൾ രാവിലെ എഴുന്നേറ്റുണ്ട് യേശുവിന്റെ നാമത്തിൽ ആ സഹോദരനകത്ത് വരട്ടെ. ഒരു വാക്യമുണ്ട്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി രക്ഷാഭാവം ചെയ്യുകയാണ്. മലയാളത്തിലെ പ്രാർത്ഥന അല്ല, ആത്മാവിൽ 1 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുക്കളയിൽ കിച്ചണിലോട്ട് പോകണം. കിച്ചണിലോട്ട് പോകുമ്പോഴും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുളിച്ചൊരുങ്ങി നിങ്ങൾക്ക് ഓഫീസിൽ പോകണം. ആ കുളിക്കുന്ന സമയത്ത് വെള്ളം പോലും ഒഴിക്കുമ്പം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾ നടക്കുമ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾ വേഗം തൂക്കിക്കൊണ്ട് റോഡിലൂടെ നടക്കുകയാണ്. റോഡ് നടക്കുമ്പോൾ പല ആളുകളും പല കാഴ്ചകളും പല സംഭവങ്ങളും കാണും. അതൊന്നും നിങ്ങളുടെ മനസ്സിലില്ല. നിങ്ങളുടെ മനസ്സിൽ ഒറ്റ വിഷയം, ഈ ആഴ്ച വരാമെന്ന് പറഞ്ഞ ആ സഹോദരി ഈ ആഴ്ച ഇവിടെ എത്തിയിരിക്കണം. ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഇടക്കിടക്ക് ഓർമ്മ വരും, അയ്യോ ഇല്ല സഹോദരി വരാൻ പെട്ടെന്ന്. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലാകുന്നുണ്ട്. ഇതാണ് പ്രാർത്ഥന. ഇതങ്ങോട്ട് രാവിലെ തന്നെ കർത്താവേ ആ സഹോദരി വരാന്ന് പറഞ്ഞല്ലോ, ഈ ആഴ്ച കാണണമേ അപ്പ തമ്പുരാനെ കാണണമേ, ആമേ സ്വോത്രം. ഉച്ചയ്ക്ക് വന്നിട്ട് കർത്താവേ സഹോദരി വരണേ, അങ്ങനെ നടക്കത്തില്ല. ഒരാളെ പ്രാർത്ഥന കാണിച്ചത് ഏറ്റവും ശക്തന്റെ പ്രാർത്ഥന. എബ്രാഹിം സമയമില്ലാത്തത്. യേശു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണം നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് എങ്ങനെ രാവിലെ പറഞ്ഞാണോ? ഉറച്ച നിലവിളിയോട്. നിങ്ങൾക്ക് നിലവിളി അറിയാമോ? നിലവിളി എന്ന് പറയുന്ന ഒരു മരണ വീട്ടിൽ കേൾക്കുന്ന നിലവിളി എന്ന് പറയുന്നത്. ഉറച്ച നിലവിളി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വിളിക്കുക. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അഭയയാതന കഴിക്കുകയും തന്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതാണ് പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല കുഴപ്പം, പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല. ഇതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങളുടെ ചങ്ക് തകരണം, നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴണം. അത് എന്നെ അപ്പുറത്ത് അവരെന്തോ പറഞ്ഞു, എന്നെ സഹോദരി കണ്ടിട്ട് ചിരിച്ചില്ല, ഇങ്ങനെയുള്ള കൊച്ചു കേസിനായിരിക്കരുത്. നശിച്ചു പോകുന്ന നിങ്ങളുടെ ബന്ധുക്കളെ കാണുമ്പോൾ, നിങ്ങളുടെ സഹോദരങ്ങളെ കാണുമ്പോൾ, അയൽക്കാരെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? ഇതൊരു ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളാണല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ തുടർമാനമായി ആത്മാക്കൾക്ക് വേണ്ടി കരയണം. യേശുവിന്റെ കണ്ണ് നിറയിച്ചത് എന്താണോ അത് നിങ്ങളുടെ കണ്ണ് നിറയിക്കണം. യേശുവിനെ വേദനിപ്പിച്ചത് എന്താണോ അത് നിങ്ങളെയും വേദനിപ്പിക്കണം. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കണ്ണുനീരോടെ നിങ്ങൾ ഇന്ന് വിതയ്ക്കുകയാണെങ്കിൽ, നാളെ ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. പക്ഷെ നാളെ ഒരു ആർപ്പ് വീഴണമെങ്കിൽ കണ്ണുനീരോടെ ഇതിനകത്ത് പ്രാർത്ഥിക്കണം. ഇത് മനസ്സിലാക്കുന്നുണ്ട്. 2 സമയം പോയി. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. 1 കണ്ടിന്യൂസ് പ്രയർ, 2 വിശ്വാസത്തോടുകൂടി. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്താണ്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ഞാൻ മറ്റൊരു പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് രാവിലെ അവിടെ ആ ചർച്ച പറഞ്ഞായിരുന്നു. അതായത് ഞാൻ എല്ലാ ഞായറാഴ്ചയും പ്രസംഗിക്കുന്നത് 1 ലക്ഷം പേരുടെ മുമ്പിലാണ്. ഞാൻ ഇപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും 2 ലക്ഷം പേരുടെ മുമ്പിലാണ്. പക്ഷെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ ഇവിടെ 2 ലക്ഷം പേരുണ്ട്. ഞാൻ വർഷിപ്പ് ചെയ്യുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് വർഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കണ്ണടയ്ക്കുമ്പം ഞാൻ വലിയ ബിഗ് സ്റ്റേഡിയത്തിലാണ് വർഷിപ്പ് ചെയ്യുന്നത്. കണ്ണ് തുറക്കുമ്പോഴാണ് അയ്യോ ഹാളിലാണെന്ന് ബോധം വരുന്നത്. അപ്പൊ ഞാന് ആദ്യം കാണുകയാണ്. ഞാൻ ആറ്റിങ്ങലിൽ 1-2 ലക്ഷം ആളുകൾ ഒരു മെഗാ സ്റ്റേഡിയത്തിൽ പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്നത്
ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ആശിക്കുകയാണ്. ഞാൻ ആശിച്ചു, എന്താണ്? കാണാത്ത കാര്യം ഞാൻ ആശിച്ചു, ഞാൻ ഉറച്ചു. അതല്ലേ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അത് കണ്ടിട്ടാണ് ഞാൻ സഭയിൽ ആത്മാക്കൾ വരാൻ പ്രാർത്ഥിക്കുന്നത്. ഓ, ആരോടാ പറഞ്ഞത്? നിങ്ങൾ തന്നെ കേൾക്കുന്നത്? ഞാൻ പറയുന്നത് തന്നെയാണോ കേൾക്കുന്നത്? ഞാൻ 1,00,000 വിശ്വാസികളെ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ആറ്റിങ്ങിന്റെ ദേശത്തിന്റെ അധിപതിയെ, ജനത്തെ തടഞ്ഞു വെക്കുന്ന പിശാചേ, യേശുവിന്റെ നാമത്തിൽ വീഴുക. ജനം കിഴക്കിൽ നിന്നും വടക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും ദൈവസഭയിലേക്ക് വരട്ടെ. എന്റെ മനസ്സിൽ 2,00,000 വിശ്വാസികളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്ന അഭിഷേകമുള്ള ഒരു അഭിഷിക്തനാണ് ഞാൻ. ഞാൻ വാഴ്ചകൾക്കും അധികാരത്തിനും തലയാകുന്ന ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാണ്. അശക്തമാകുന്ന പ്രാർത്ഥനയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥന. ഇത് കാണണം നിങ്ങൾ, ഇത് നിങ്ങൾ കാണണം. തുടർമാനമായി പ്രാർത്ഥിക്കണം. റെസ്റ്റ് എടുക്കരുത്, ഗ്യാപ്പിടരുത്. തുടർമാനമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ചർച്ച് പ്രേയർ വെക്കുമ്പോ നിങ്ങളുടെ കൊച്ചിനെ സൈഡിലോട്ട് മാറ്റി നിർത്തുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അദൃശ്യ ശക്തി അവിടെ വീഴും. അവൻ വീണാൽ നിന്റെ കുഞ്ഞിന് ജോലി കിട്ടും. അവൻ വീണാൽ കുഞ്ഞകത്ത് കയറും. അവൻ വീഴണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ അഭിഷേകത്തോടൊപ്പം. നിങ്ങൾക്ക് ആവശ്യം ദേശത്തിന്റെ വിടുതലാണ്. എന്നോടൊപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരം കളിച്ച് പ്രാർത്ഥിക്കും. ദേശം വിടുവിക്കപ്പെടട്ടെ. ആത്മാക്കൾ സഭയിലേക്ക് വരട്ടെ. നിങ്ങളെ കുറ്റം പറയുന്നതല്ല, പക്ഷെ കുറ്റപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ആത്മാവിൽ ചെറുപ്പക്കാരാവണം. ശരീരം കൊണ്ട് നിങ്ങൾ പ്രായമുണ്ടെങ്കിലും ആത്മാവിൽ യൗവനം വരണം. ദാവീദിന്റെ കൂടെ കുറച്ചു പേരുണ്ടായിരുന്നു, പ്രായമായപ്പോഴും പറഞ്ഞാണ്ട ഞങ്ങൾ ഇപ്പോഴും യുദ്ധം ചെയ്യാൻ റെഡിയാണെന്ന്. ഇല്ലേ? യോശുവയും കാലേബും എത്ര ആയാലും ഇപ്പോഴും ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ആത്മാവിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭവനങ്ങളിൽ പോയി തലമുറയ്ക്ക് വേണ്ടി അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവ ആലയത്തിൽ നിങ്ങളുടെ കാലിൽ ചവിട്ടിയാൽ ആ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ചെയർ ഇവിടെ ഈ സ്ഥലം പോരാതെ വണ്ണം ഇതിനകത്ത് ആളുകൾ നിറയണം. ഞാൻ എവിടെ പോയാലും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കർത്താവേ, ആ ആലയം നിറയണം. ഞങ്ങളെല്ലാരും പറഞ്ഞ ഈ ആലയം നിറയണം. പ്രാർത്ഥിക്കേ, ഈ ആലയം നിറയണം. ഇവിടെ വീഴുന്ന കണ്ണുനീര്, ഇവിടെ വിളിക്കുന്ന പ്രാർത്ഥന, ഈ ആലയം നിറഞ്ഞ് കവിയണം. ഒരു ആത്മയുദ്ധം ഇതിന്റെ അന്തരീക്ഷ മണ്ഡലത്തിൽ വെളിപ്പെടട്ടെ. ഈ സമയത്ത് വിരോധമായി, ഇതിന്റെ വളർച്ചയ്ക്ക് വിരോധമായി, ഇതിന്റെ ഗ്രോത്തിന് വിരോധമായി ചലിക്കുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് രാത്രി ആൾക്കാരിൽ വീഴട്ടെ. കുടുംബത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും.